സർക്കാരിന്റെ പിടിവാശിക്ക് അണുവിട വിട്ടുകൊടുക്കാതെ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടികളും ബ്രഹ്മാസ്ത്രം തൊടുക്കാൻ ഒരുങ്ങി. മോദിയുടെ താളത്തിനൊത്ത് ചാടിക്കളിക്കട കൊച്ചുരാമ എന്നതുപോലെ താളം തുള്ളുന്ന സ്പീക്കർക്ക് നേരെ തിരിയുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം. സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കഴിഞ്ഞ ദിവസം സഭയിൽ കൊണ്ടുവന്ന് മുന്നിട്ടിറങ്ങുകയായിരുന്നു കോൺഗ്രസ്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രതിപക്ഷ നീക്കം ഭരണപക്ഷത്തെ അങ്കലാപ്പിൽ ആക്കിക്കഴിഞ്ഞു. ജവഹർലാൽ നെഹ്റു നിർമ്മിച്ച പാർലമെന്റ് ഇപ്പോൾ അതിൻ്റെ പഴയ രൂപത്തിൻ്റെ ഒരു വിളറിയ നിഴലാക്കി BJP മാറ്റിയെന്ന് കോൺഗ്രസ് പറഞ്ഞു. 1954 അന്നത്തെ സ്പീക്കറെ നീക്കം ചെയ്യണമെന്ന പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ ബെഞ്ചുകൾ കൂടുതൽ സമയം നൽകണമെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടത് കോൺഗ്രസ് അനുസ്മരിച്ചു. നെഹ്റു നിർമ്മിച്ച പാർലമെന്റ് ഇപ്പോൾ അതിൻ്റെ പഴയ സ്വഭാവത്തിൻ്റെ മങ്ങിയ നിഴലാണെന്ന് കോൺഗ്രസ് എടുത്തു പറയുകയായിരുന്നു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയത്തിൽ രാഹുൽ ഗാന്ധിയെയും മറ്റ് പ്രതിപക്ഷ നേതാക്കളെയും സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന കാരണത്താൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. 8 MPമാരെ സസ്പെൻഡ് ചെയ്യുന്നതിനുമെതിരെ പ്രതിപക്ഷം പ്രമേയം അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകാൻ ഉള്ള നീക്കത്തിൽ എത്തിപ്പെടുകയായിരുന്നു കോൺഗ്രസ്. 1954 ഡിസംബർ 18 ഉച്ച കഴിഞ്ഞ് സ്പീക്കറെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അവതരിപ്പിച്ച പ്രമേയം ലോക്സഭ അന്ന് അംഗീകരിക്കുകയായിരുന്നു എന്നുമാണ് കോൺഗ്രസ് അനുസ്മരിച്ചത്. ഇന്ത്യ ബ്ലോക്ക് യോഗത്തിലാണ് സ്പീക്കറെ നീക്കം ചെയ്യണമെന്ന ആവശ്യം ഉയർന്നത്. ഇതിൻ്റെ ഭാഗമായി MPമാരുടെ ഒപ്പുകൾ ശേഖരിച്ച് കോൺഗ്രസ് മുന്നേറുകയായിരുന്നു. സ്പീക്കർ ഇല്ലാത്ത സാഹചര്യത്തിൽ സെക്രട്ടറി ജനറലാണ് പ്രതിപക്ഷം നോട്ടീസ് കൈമാറിയത്. സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കേണ്ടത്. ചരിത്രത്തിൽ നാടാടെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത ഒരു ലോക്സഭ എന്നും പ്രതിപക്ഷം പരിഹസിച്ചു. പ്രതിപക്ഷത്തിൻ്റെ ഈ കടുത്ത നടപടിക്ക് പിന്നിൽ 3 പ്രധാന കാരണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നന്ദി പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. സഭയിൽ പ്രതിഷേധിച്ച 8 പ്രതിപക്ഷ MPമാരെ സമ്മേളനത്തിൻ്റെ 2ാം ഘട്ടം അവസാനിക്കുന്നതുവരെ, അതായത് ഏപ്രിൽ 13 വരെ സസ്പെൻഡ് ചെയ്തത്. പ്രധാനമന്ത്രി സഭയിലെത്തിയാൽ ആക്രമിക്കപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന്, അതുകൊണ്ട് പ്രധാനമന്ത്രി സഭയിൽ വരേണ്ടതില്ല എന്ന് താൻ പറഞ്ഞുവെന്ന് ഓം ബിർള സഭയിൽ പ്രസ്താവിച്ചു. പ്രധാനമന്ത്രിയെ വനിതാ MPമാർ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ വിശദീകരണം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് അവസരം നൽകുന്നില്ല എന്നിവയാണ് പ്രതിപക്ഷം പറയുന്ന പ്രധാന കാരണങ്ങൾ. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരമില്ല എന്ന് മാത്രമല്ല, കിരൺ ദുബേക്കിന് നെഹ്റുവിനെയും കുടുംബത്തെയും ആക്രമിക്കാനുള്ള സമയം യഥേഷ്ടം നൽകിയെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. MM നരവനയുടെ പുസ്തകത്തിലെ പ്രധാന ഭാഗങ്ങൾ കരവന മാസികയിൽ വന്നത് എടുത്തു പറഞ്ഞ് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങളോട് നിഷേധാത്മകമായ അടിച്ചമർത്തൽ നയം നടപ്പിലാക്കിയ സർക്കാരിനെ അട്ടപടലം സമ്മർദ്ദത്തിലാക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. പാർലമെന്റ് ആരംഭിച്ചിട്ട് 8 ദിവസം പിന്നിട്ടിട്ടും സഭ ശാന്തമായിട്ടില്ല. ആർത്തിരമെന്ന കള്ളക്കടൽ പോലെ പ്രക്ഷുബ്ധമാണ് ഇപ്പോഴും സഭ. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മൂർത്തമായ കേന്ദ്രമാണ് പാർലമെന്റ് സഭ എന്നിരിക്കലും അവിടെയും ഭരണപക്ഷത്തിൻ്റെ കിരാത വാഴ്ച നടമാടുകയാണ്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇനിയും ഇവിടെ അവശേഷിക്കുന്ന ഭരണഘടനയുടെ ശക്തമായ പിൻബലം രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് ഭരണത്തിലിരുന്ന് അധികാരം കൊണ്ട് ഭരണഘടനയുടെ കഴുത്തു ഞെരിക്കുന്ന BJPയെ പ്രതിരോധിക്കാൻ ഈ ജനം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനു മുന്നിൽ ഇതാ ഞാൻ ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറായി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ കാലത്തെ ഗാന്ധി ഇന്ത്യയുടെ പുതു സ്വാതന്ത്ര്യത്തിനായി കുതിക്കുകയാണ്. അന്ന് വിദേശ അധിനിവേശം നടത്തിയ ബ്രിട്ടീഷ് ശക്തികൾക്കെതിരെ മഹാത്മാഗാന്ധി ആഞ്ഞടിച്ച് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിൽ എത്തിച്ചുവെങ്കിൽ ഇന്ന് അതേ ഗാന്ധിയെ വധിച്ച പ്രത്യയശാസ്ത്രത്തെ ആലിംഗനം ചെയ്യുന്ന പാർട്ടിയിൽ നിന്നും അവരുടെ കരാള ഹസ്തത്തിൽ നിന്നും ഇന്ന് ഇന്ത്യയെ രക്ഷിച്ചെടുക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ ശ്രമം. പാർലമെന്റിൽ പ്രതിപക്ഷ കൊടുങ്കാറ്റിൽ സർക്കാർ ചകിതരാകുമ്പോഴാണ് ഇന്ത്യ ബ്ലോക്കിന്റെ നിർണായകമായ അവിശ്വാസ പ്രമേയം മുന്നോട്ട് വന്നത്. ഭരണഘടനയുടെ 94, 96 അനുച്ഛേദങ്ങൾ പ്രകാരമാണ് സ്പീക്കർക്കെതിരെ ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയം നൽകുന്നത്. ഇതിനായി 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകാൻ തയ്യാറാക്കി കഴിഞ്ഞു. സഭയിലെ ആകെ 543 അംഗസംഖ്യയിൽ 50%-ലധികം പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ പ്രമേയം പാസാക്കാൻ സാധിക്കൂ. അതായത് 272 വോട്ടുകൾ വേണം സ്പീക്കറെ നീക്കം ചെയ്യാൻ എന്നിരിക്കലും ഭൂരിപക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിജയസാധ്യത വളരെ കുറവാണ്. എങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഇതൊരു കടുത്ത പ്രതിഷേധ നീക്കമായി സഭാ നടപടി പുസ്തകത്തിൽ കുറിക്കപ്പെടും. ഇത് ചരിത്രത്തിൽ വലിയ രാഷ്ട്രീയ അടയാളപ്പെടുത്തലായി മാറും.
അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കുന്ന സന്ദർഭത്തിൽ സ്പീക്കർക്ക് സഭയിൽ അധ്യക്ഷത വഹിക്കാൻ കഴിയില്ല. പകരം മറ്റാരെങ്കിലും അധ്യക്ഷത വഹിക്കണം. ഇപ്പോൾ 118 മുകളിൽ എംപിമാർ ഒപ്പിട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സഭ തുടങ്ങിയതു മുതൽ സർക്കാരിന് അനുകൂലമായ പക്ഷപാതപരമായ നീക്കങ്ങളാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രതിപക്ഷത്തെ തീർത്തും അവഗണിക്കുന്ന നയം പാർലമെന്റിൽ പ്രധാനമന്ത്രിയോളം തന്നെ പ്രാധാന്യമുള്ള സ്ഥാനമാണ് പ്രതിപക്ഷത്തിൻ്റേത് എന്നിരിക്കെയാണ്. എന്നാൽ മോദിയുടെ സർക്കാർ ഇത് നിഷേധിക്കുകയാണ്. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് ചുവടെ നിന്നുകൊണ്ട് ഭരണപക്ഷത്തിൻ്റെ നിലപാടിനെ ശക്തിയുക്തം എതിർത്ത് തനിക്ക് സഭയിൽ സംസാരിക്കണമല്ലാതെ താൻ പിന്മാറില്ല എന്ന് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുമതി നൽകണം എന്ന് പ്രതിപക്ഷ പാർട്ടികളും ഒരു തരി പിന്നോട്ടില്ലാതെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും പല വിഷയങ്ങൾ ഉയർത്തി സഭയിൽ പ്രതിപക്ഷ ബഹളം തുടർന്നു. അപ്പോഴും രാഹുൽ ഗാന്ധി നരവനയുടെ പുസ്തകം പ്രധാനമന്ത്രിക്ക് നേരിട്ട് നൽകുമെന്ന തീരുമാനത്തിൽ തന്നെയാണ്. എന്നാൽ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമെന്ന ഭരണപക്ഷത്തിൻ്റെ വാദത്തെ പൊളിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു, ആമസോണിൽ ഇപ്പോഴും പുസ്തകം വിൽപ്പനയ്ക്ക് ഉണ്ട് എന്നത്. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദങ്ങളെ നിഷ്ഠൂരമായി ചവിട്ടിമതിക്കുന്ന നയം നടപ്പിലാക്കുന്ന സ്പീക്കർ ഓം ബിർള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും വിശ്വസ്തനാണ്. പൗരത്വ നിയമ ഭേദഗതി, 3 ക്രിമിനൽ നിയമങ്ങൾ, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കൽ എന്നിങ്ങനെ മോദി സർക്കാരിൻ്റെ നിർണായക ബില്ലുകൾ പലതും പാസ്സായത് ഈ ബിർളയുടെ കാലത്താണ്. മാധ്യമങ്ങൾക്ക് പാർലമെന്റിൽ ഇപ്പോഴും പ്രവേശനം നിഷേധിച്ച അവസ്ഥ നീക്കിയിട്ടില്ല. പ്രതിപക്ഷത്തോടുള്ള കടുത്ത വിരോധം പലപ്പോഴും വെളിയിൽ വന്നിട്ടുള്ളതുമാണ്. തൃണമൂൽ അംഗം മഹുവ മൊയ്ത്രിയെ പുറത്താക്കിയതും 150 പ്രതിപക്ഷ എംപിയെ സസ്പെൻഡ് ചെയ്തതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത മോദിക്ക് സഭയിൽ ഇത്തരം മർക്കടമുഷ്ടി നടപ്പിലാക്കാൻ തൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു പാവയെയാണ് വേണ്ടത്. അതാണ് സ്പീക്കർ ഓം ബിർള നിർവഹിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. സ്പീക്കർ ഇപ്പോൾ സർക്കാരിൻ്റെ കളിപ്പാവിയായി മാറിക്കഴിഞ്ഞു. ഒരു ജനാധിപത്യ രാജ്യത്തും നടക്കാത്ത തരത്തിലാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഭരണകക്ഷികളുടെ താണ്ഡവം. അത് അനുവദിക്കാൻ കഴിയില്ല എന്നും ഭരണപക്ഷത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിന് ഇന്ത്യ ബ്ലോക്ക് കടിഞ്ഞാണിട്ട് മോദി എന്ന ബെഗനെ തുരത്തുമെന്നുമാണ് ഇന്ത്യ ബ്ലോക്ക് പറയുന്നത്. അതിനായി അവർ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.